നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്കറിയാലോ, ഈ ഒരു മാസം അവസാനം ഹീറോ സൂപ്പർ കപ്പ് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൽ ISLലെ ടീമായിട്ട് ബ്ലാസ്റ്റേഴ്സ്, മോഹൻ ബഗാൻ, ഗോവ തുടങ്ങിയിട്ട് ഒരുപാട് ടീമുകൾ കളിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുറത്ത് വന്നിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്താണെന്നറിയോ? നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ 6 ഫോറിൻ പ്ലേയേഴ്സിന് കളിക്കുക. 6 ഫോറിൻ പ്ലേയേഴ്സിന് കളിക്കുക എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം ISL കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ടൂർണമെൻറ്റ് ഡിസംബർ ജനുവരിയിൽ സ്റ്റാർട്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ കുറേ ടീമുകൾ എന്താക്കിയിട്ടില്ല, ഫോറിൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു AFFന് ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം സ്റ്റാർട്ടിങ് ലെവലിൽ 6 ഫോറിൻ പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മോഹൻ ബഗാനും വേറെ കുറച്ച് ടീമുകളും AFFനെ സമീപിച്ചിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഓരോ സ്ക്വാഡിൽ ഫോറിൻ പ്ലേയേഴ്സ് ഇല്ല, അപ്പോൾ അവർക്ക് ഇറക്കാനില്ലല്ലോ. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ബ്ലാസ്റ്റേഴ്സ് നിലവിൽ എല്ലാ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 6 ഫോറിൻ പ്ലേയേഴ്സും ടീമിലുണ്ട്. ISLൽ മാത്രമേ ഉള്ളൂ 4 ഫോറിൻ പ്ലേയേഴ്സിന് മാത്രം ഇറക്കാമെന്നുള്ള റൂള്. സൂപ്പർ കപ്പിൽ 6 ഫോറിൻ പ്ലേയേഴ്സിനെ വരെ ഇറക്കാം. അപ്പോൾ ഈ ഒരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 6 ഫോറിൻ പ്ലേയേഴ്സിനെ ടീമിൽ ബ്ലാസ്റ്റേഴ്സ് ഇറക്കുമ്പോൾ അത് എതിർ ടീമിനൊരു പേടി ഉണ്ടാകും. കാരണം ഓരോ ടീമിലൊന്നും അത്ര ഫോറിൻ പ്ലേയേഴ്സിനെ ആരും സൈൻ ചെയ്തിട്ടുണ്ടാവില്ല. ഏത് ടീമാണ് 6 ഫോറിൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടുള്ളത്? അപ്പോൾ അങ്ങനെ കുറേ ചൊറകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഒരു AFFനെ സമീപിച്ചിട്ട് കണ്ട് 6 4 കുറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ തള്ളിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അപ്പോൾ നിലവിൽ ഇപ്രാവശ്യം നടക്കുന്ന സൂപ്പർ കപ്പിൽ 6 ഫോറിൻ പ്ലേയേഴ്സിനെ സ്റ്റാർട്ടിംഗ് ലെവലിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇറക്കാം. അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. ടൂർണമെൻറ്റിൻ്റെ കിരീടം നേടാനുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ISLൽ നിലവിൽ 4 പ്ലേയേഴ്സിനെ ഫോറിൻ പ്ലേയേഴ്സാക്കി ഇറക്കാൻ കഴിയുള്ളൂ. പക്ഷേ സൂപ്പർ കപ്പിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവില്ല. എന്നിരുന്നാലും അത് ബ്ലാസ്റ്റേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ എല്ലാ പരിപാടിയും സൈനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ 6 ഫോറിൻ പ്ലേയേഴ്സ് ഇങ്ങനെ മാറ്റി പരീക്ഷിച്ച് നോക്കിയിട്ട് ആരാണ് അടിപൊളി എന്ന് നോക്കാനുള്ള ഒരു കറക്റ്റ് അവസരമാണ് ബ്ലാസ്റ്റേഴ്സിന് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് പല എതിർ ടീമുകളിലൊന്നും പ്ലേയേഴ്സ് ഫുള്ളൊന്നും വന്നിട്ടില്ല. ഫോറിൻ പ്ലേയേഴ്സ് പല സൈനിങ്ങും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ബ്ലാസ്റ്റേഴ്സിന് വമ്പൻ ഒരു ലോട്ടറി, ഒരു സന്തോഷ വാർത്ത തന്നെ പറയാം. കാരണം പ്ലേയേഴ്സിനെ പരീക്ഷിക്കാൻ, എതിർ ടീമിനായിട്ടുള്ള ആ ഒരു ടാക്ടിക്സ് വളർത്താനൊക്കെ കോച്ചിന് കിട്ടിയ നല്ലൊരു ടൈമാണ്. സൂപ്പർ കപ്പ് അടിക്കാനും ചാൻസ് ഉണ്ട്. നോക്കേ.